സർവശക്തനായ കർത്താവിന്റെ നാമം മഹത്വപ്പെടട്ടെ. ഫെയ്ത്ത് വോയിസിലേക്ക് എല്ലാവരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായം 5 മുതലുള്ള തിരുവചനങ്ങൾ ഇങ്ങനെ വ്യക്തമാക്കുന്നു. ദൂതൻ സ്ത്രീകളോട് പറഞ്ഞു, ഭയപ്പെടേണ്ട, ക്രൂശിക്കപ്പെട്ട യേശുവിനെയാണ് നിങ്ങൾ അന്വേഷിക്കുന്നതെന്ന് എനിക്ക് അറിയാം. അവൻ ഇവിടെയില്ല. താൻ അരുളി ചെയ്തതുപോലെ അവൻ ഉയർപ്പിക്കപ്പെട്ടു. ക്രിസ്തുവിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, ക്രൂശിക്കപ്പെട്ട് മരിച്ച കർത്താവായ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. സാബത്തിന് ശേഷം അതിരാവിലെ വലിയ ഒരു ഭൂകമ്പമുണ്ടായി. കർത്താവിന്റെ ദൂതൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന യേശുവിന്റെ കല്ലറയുടെ കല്ല് ഉരുട്ടി മാറ്റി. അവൻ മഗ്ദലന മറിയത്തോടും അവളുടെ കൂടെ വന്ന മറിയത്തോടും പറഞ്ഞു, ക്രൂശിക്കപ്പെട്ട യേശുവിനെയാണ് നിങ്ങൾ അന്വേഷിക്കുന്നതെന്ന് എനിക്കറിയാം. അവൻ ഇവിടെയില്ല. താൻ അരുളി ചെയ്തതുപോലെ ഉയർപ്പിക്കപ്പെട്ടു. സ്നേഹമുള്ളവരെ, കുരിശിലൂടെ രക്ഷ വാഗ്ദാനം ചെയ്ത കർത്താവായ യേശു നമ്മോട് പറയുന്നു, ഭയപ്പെടേണ്ട. നമ്മുടെ ജീവിതത്തിലെ തകർച്ചകളും സങ്കടങ്ങളും എന്നും അനുഭവിക്കുവാനല്ല, നമ്മുടെ ജീവിതത്തിൽ ഒരു ഉയർപ്പുണ്ട്. നമ്മുടെ പാപങ്ങളുടെ അടിമത്തിൽ നിന്നും രക്ഷയുടെ സ്വാതന്ത്ര്യത്തിലേക്കുള്ള ഒരു ഉയർപ്പ്, രോഗത്തിൽ നിന്നും ശാപത്തിൽ നിന്നും തകർച്ചകളിൽ നിന്നും ഒരു വിടുതൽ കർത്താവായ യേശു നമുക്ക് നൽകുകയാണ്. നിരാശയിലും ആകുലതയിലും ഭയത്തോടെ ജീവിതം നയിക്കുന്നവരോട് യേശു പറയുന്നു, ഭയപ്പെടേണ്ട. മഗ്ദലന മറിയത്തോട് ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞ ദൂതൻ നമ്മോടും പറയുന്ന സന്ദേശം ഇതാണ്: ഭയപ്പെടാതെ, നിനക്ക് വേണ്ടി കർത്താവായ യേശു ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. ആരെല്ലാം വിശ്വാസത്തോടെ യേശുവിനെ രക്ഷകനായി സ്വീകരിക്കുന്നുവോ അവരുടെ കൂടെ കർത്താവായ യേശു ക്രിസ്തു ഉണ്ടായിരിക്കും. അവരുടെ ജീവിതത്തിൽ നന്മയുടെ വഴികൾ അവിടുന്ന് തുറക്കുകയും അനുഗ്രഹിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യും. അതുകൊണ്ട് വിശ്വാസത്തോടെ നമുക്ക് പ്രഖ്യാപിക്കാം, എനിക്കൊരു ദൈവമുണ്ട്. അത് ഉത്തിതനായ നസ്രായനായ യേശു ക്രിസ്തുവാണ്. ക്രൂശിതനായി മരിച്ച് അടക്കം ചെയ്യപ്പെട്ട് ഉദ്ധാനം ചെയ്ത നമ്മുടെ കർത്താവായ യേശുവിനെ ഈ നിമിഷം നമുക്ക് ആരാധിക്കാം. ഉന്നതനായ മഹോന്നതനായ കർത്താവിനെ ഉയർത്തി പാടാം. അവിടുത്തെ നാമം മഹത്വപ്പെടുത്താം. നമ്മുടെ ദൈവം കർത്താവായ യേശു ഇന്നും ജീവിക്കുന്നു. ഹല്ലേലൂയ. ക്രൂശിതനാം യേശുവിനെ ആശയോടെ ആരാധിക്കാം. ആമേൻ. ഉന്നതനാം മഹോന്നതനെ വിശ്വാസത്തോടെ ആരാധിക്കാം. ക്രൂശിതനാം യേശുവിനെ ആശയോടെ ആരാധിക്കാം. ഉന്നതനാം മഹോന്നതനെ വിശ്വാസത്തോടെ ആരാധിക്കാം. ഹല്ലേലൂയ. ഉയർത്തിൻ ശക്തിയാൽ ആരാധിക്കാം. ഉയരത്തിൻ ശക്തിയാൽ ആരാധിക്കാം. ഉയർത്തിൻ ശക്തിയാൽ ആരാധിക്കാം. ഉയരത്തിൻ ശക്തിയാൽ ആരാധിക്കാം. ഉന്നത ദേവനെ ആരാധിക്കാം. ഉயிருള്ള കാലവും ആരാധിക്കാം. ആമേൻ. ഹല്ലേലൂയ. ഉന്നത ദേവനെ ആരാധിക്കാം. ഉயிருള്ള കാലവും ആരാധിക്കാം. ക്രൂശിതനാം യേശുവിനെ ആശയോടെ ആരാധിക്കാം. ഉന്നതനാം മഹോന്നതനെ വിശ്വാസത്തോടെ ആരാധിക്കാം. ഉന്നതനാം മഹോന്നതനെ വിശ്വാസത്തോടെ ആരാധിക്കാം. ഇന്ന് നമ്മുടെ കുറവുകളിലും ഇല്ലായ്മയിലും ആശ്വാസം നൽകുന്ന കർത്താവായ യേശു, അവിടുത്തെ സന്നിധിയിൽ നമുക്ക് കടന്നു ചെല്ലാം. നമുക്ക് പ്രാർത്ഥിക്കാം, കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു ഉദ്ധാനം നൽകണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. ഉദ്ധിതനായ യേശു ഇന്നും എന്നും നമ്മുടെ കൂടെയുണ്ട്. അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കും. ഹല്ലേലൂയ.
ഹല്ലേലൂയ. ആശ്രയമേകിടുമേ, ആനന്ദം നൽകിടുമേ. ഉയർത്തിൻ ശക്തിയാൽ ആരാധിക്കാം, ഉയരത്തിൻ ശക്തിയാൽ ആരാധിക്കാം. ഉയർത്തിൻ ശക്തിയാൽ ആരാധിക്കാം, ഉയരത്തിൻ ശക്തിയാൽ ആരാധിക്കാം. ഉന്നത ദേവനെ ആരാധിക്കാം, ഉயிருള്ള കാലവും ആരാധിക്കാം. ഉന്നത ദേവനെ ആരാധിക്കാം, ഉயிருള്ള കാലവും ആരാധിക്കാം. ക്രൂശിതനാം യേശുവിനെ ആശയോടെ ആരാധിക്കാം. ഉന്നതനാം മഹോന്നതനെ വിശ്വാസത്തോടെ ആരാധിക്കാം. ഉന്നതനാം മഹോന്നതനെ വിശ്വാസത്തോടെ ആരാധിക്കാം. കർത്താവായ യേശുവിനെ നാം ആരാധിക്കുമ്പോൾ നമ്മുടെ പ്രതികൂലമാകുന്ന ചങ്ങലകൾ തകർന്നു മാറും. അവിടത്തെ നാം ഇന്ന് ആർപ്പോടെ സ്തുതിക്കുമ്പോൾ നമ്മുടെ മുമ്പിലുള്ള പ്രതിബന്ധങ്ങളാകുന്ന കോട്ടകൾ തകർന്നു പോകും. നമുക്ക് വിശ്വാസത്തോടെ കർത്താവിനെ സ്തുതിക്കാം, ഉദ്ധിതനായ യേശുവിനെ ആരാധിക്കാം. അവിടുന്ന് ഇന്നും ജീവിക്കുന്നു. അനുഗ്രഹത്തിന്റെ വാതിലുകൾ നമുക്കായി അവിടുന്ന് തുറന്നു തരും. ിടുമ്പോൾ ചങ്ങലകൾ തകർന്നിടുമേ, ആർപ്പോടെ സ്തുതിച്ചിടുമ്പോൾ കോട്ടകൾ ഉടഞ്ഞിടുമേ. ആത്മാവിൽ ആരാധിച്ചാൽ വാതിലുകൾ തുറന്നിടും. അത്ഭുതമന്ത്രിയാകും രാജാതിരാജാവിനെ, അത്ഭുതമന്ത്രിയാകും രാജാതിരാജാവിനെ. ഹല്ലേലൂയ. ഉയർത്തിൻ ശക്തിയാൽ ആരാധിക്കാം, ഉയരത്തിൻ ശക്തിയാൽ ആരാധിക്കാം. ഉയർത്തിൻ ശക്തിയാൽ ആരാധിക്കാം, ഉയരത്തിൻ ശക്തിയാൽ ആരാധിക്കാം. ഉന്നത ദേവനെ ആരാധിക്കാം, ഉயிருള്ള കാലവും ആരാധിക്കാം. ഉന്നത ദേവനെ ആരാധിക്കാം, ഉயிருള്ള കാലവും ആരാധിക്കാം. ക്രൂശിതനാം യേശുവിനെ ആശയോടെ ആരാധിക്കാം. ഉന്നതനാം മഹോന്നതനെ വിശ്വാസത്തോടെ ആരാധിക്കാം. ഉന്നതനാം മഹോന്നതനെ വിശ്വാസത്തോടെ ആരാധിക്കാം. പാപശാപ ബന്ധനങ്ങളുടെയും മരണത്തിന്റെ മേൽ വിജയം വരിച്ച കർത്താവായ യേശു ക്രിസ്തു ഇന്നും ജീവിക്കുന്നു. അവിടുന്ന് മഹത്വത്തോടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. മഹിമയിൽ വാഴുന്ന നമ്മുടെ കർത്താവായ യേശുവിനെ നമുക്ക് സ്തുതിക്കാം. ആർപ്പോടെ അവിടുത്തെ സ്തുതികൾ ആലപിക്കാം. നമുക്ക് വിശ്വാസത്തോടെ കടന്നു ചെല്ലാം. അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കും. ഹല്ലേലൂയ. മരണത്തിൻ പാശങ്ങളെ മരണത്താൽ ജയിച്ചവനെ, മഹത്വനാദത്തോടെ മഹിമയിൽ വരും ഓ യേശുവേ, മധ്യാകാശവരവിൽ മതി മറന്നാനന്ദിപ്പാൻ മഹിയിൽ ആരാധിക്കും ഞാൻ. മതി മറന്നാരാധിക്കും, മഹിമയിൽ ആരാധിക്കും ഞാൻ. മതി മറന്നാരാധിക്കും. ഉയർത്തിൻ ശക്തിയാൽ ആരാധിക്കാം, ഉയരത്തിൻ ശക്തിയാൽ ആരാധിക്കാം. ഉയർത്തിൻ ശക്തിയാൽ ആരാധിക്കാം, ഉയരത്തിൻ ശക്തിയാൽ ആരാധിക്കാം. ഉന്നത ദേവനെ ആരാധിക്കാം, ഉயிருള്ള കാലവും ആരാധിക്കാം. ഉന്നത ദേവനെ ആരാധിക്കാം, ഉயிருള്ള കാലവും ആരാധിക്കാം. ക്രൂശിതനാം യേശുവിനെ ആശയോടെ ആരാധിക്കാം. ഉന്നതനാം മഹോന്നതനെ വിശ്വാസത്തോടെ ആരാധിക്കാം. ഉന്നതനാം മഹോന്നതനെ വിശ്വാസത്തോടെ ആരാധിക്കാം.
ഉദ്ധിതനായ കർത്താവായ യേശുവിന്റെ സാന്നിധ്യം ഇന്ന് അവിടത്തോട് പ്രാർത്ഥിക്കുന്ന സകലരിലും കടന്നു വരികയും ഏവരും അനുഗ്രഹിക്കപ്പെടുകയും ചെയ്യട്ടെ എന്ന് കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.